സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന് ഏകദേശം 95 ചന്ദ്രന്മാരുണ്ട്. ഇവിടുത്തെ ഒരു ദിവസം എന്നത് 10 മണിക്കൂറാണെങ്കിലും ഒരു വർഷം എന്നത് ഭൂമിയിലെ 12 വർഷത്തോളമാണ്. ജൂപ്പിറ്റർ എന്നത് പൂർണ്ണമായും ഗ്യാസ് നിറഞ്ഞൊരു ഗ്രഹമാണ്. അതിന് ഭൂമിയെ പോലെ കട്ടിയുള്ള സർഫസ് ഇല്ല. അറ്റ്മോസ്ഫിയർ ലേയേഴ്സ് ഉണ്ട്, പക്ഷേ താഴേക്ക് പോകുന്തോറും പ്രഷറും താപനിലയും അതിരുകടക്കുന്നു. അടിഭാഗത്തെ പ്രഷർ ഭൂമിയിലെ സമുദ്രനിരപ്പിലെ പ്രഷറിനോളം ഉണ്ടാകും. താപനില 10,000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാകും. നാസയുടെ ഗലീലിയോ പ്രോബ് എന്ന ഉപഗ്രഹം 1995 ജൂപ്പിറ്ററിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇറക്കി. അതിനുള്ളിൽ 1 മണിക്കൂർ വർക്ക് ചെയ്തു. പിന്നെ പ്രഷറും ഹീറ്റും കാരണം തകർന്നുപോയി. ജൂപ്പിറ്ററിലെ പേടിപ്പെടുത്തുന്ന ശബ്ദമാണിത്. ജൂപ്പിറ്ററിലെ ഇലക്ട്രോമാഗ്നറ്റിക് പ്ലാസ്മ വേവിനെ നാസയുടെ ജൂനോ സ്പേസ് ക്രാഫ്റ്റ് ശബ്ദമാക്കി മാറ്റിയപ്പോൾ കേട്ട ശബ്ദമാണിത്. ഈയൊരു ശബ്ദത്തിന്റെ പ്രധാന കാരണം ജൂപ്പിറ്ററിന്റെ ഭീകരമായ അന്തരീക്ഷ നിലയും ശക്തമായ ചുഴലിക്കാറ്റുകളും വലിയ മാഗ്നറ്റിക് ഫീൽഡുമാണ്. ഭൂമിയിലുള്ളതിനേക്കാൾ 100 മടങ്ങ് ശക്തമായ ഇടിയും മിന്നലും ഉണ്ട് ജൂപ്പിറ്ററിൽ. ജൂപ്പിറ്ററിലെ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 600 കിലോമീറ്റർ വരെയുണ്ട്. ഇനി മനുഷ്യൻ ജൂപ്പിറ്ററിൽ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ജൂപ്പിറ്റർ ഒരു ഗ്യാസ് ജൈന്റ് ആയതുകൊണ്ട് തന്നെ ഭൂമിയെ പോലെ നിലനിൽക്കാൻ ഒരു സോളിഡ് സർഫസ് അതിനില്ല. നമ്മൾ പറഞ്ഞതുപോലെ താഴേക്ക് പോകുന്തോറും പ്രഷറും താപനിലയും കൂടി വരും. ഇതെല്ലാം അതിജീവിച്ച് പിന്നെയും താഴേക്ക് ഇറങ്ങിയാലും ജൂപ്പിറ്ററിലെ ഗ്രാവിറ്റി ഭൂമിയുടെ ഗ്രാവിറ്റിയേക്കാൾ 2 മടങ്ങാണ്. അതായത് ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരു വ്യക്തി ജൂപ്പിറ്ററിൽ നിൽക്കുമ്പോൾ 150 കിലോ ഭാരമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞരമ്പ്, മുട്ട്, അസ്ഥി എല്ലാം പൊട്ടിപ്പോകും. മാത്രമല്ല അവിടുത്തെ കാറ്റിന്റെ വേഗത 600 കിലോമീറ്റർ ആയതിനാൽ തന്നെ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. ഭൂമിക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു രക്ഷാധികാരിയാണ് ജൂപ്പിറ്റർ. ഇത് ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളിലേക്ക് വരുന്ന ആസ്ട്രോയിഡുകളെയും കോമറ്റുകളെയും തടയുന്നു. മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ജൂപ്പിറ്ററിന്റെ ആകർഷണ ശക്തി വളരെ വലുതാണ്. അതിനാൽ പലയിടങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ആസ്ട്രോയിഡുകളെയും കോമറ്റുകളെയും ജൂപ്പിറ്റർ വലിച്ചെടുക്കുന്നു. പലതവണ ഭൂമിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാമായിരുന്ന ആസ്ട്രോയിഡുകളെയും ജൂപ്പിറ്റർ ഇല്ലാതാക്കിയിട്ടുണ്ട്. ജൂപ്പിറ്ററിന്റെ വലിയ ആകർഷണ ശക്തി മറ്റ് ഗ്രഹങ്ങളെ തന്റെ ഓർബിറ്റിൽ സ്ഥിരതയോടെ നിലനിൽക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളെ ഭൗതികപരമായി സംരക്ഷിക്കുന്നതിൽ ജൂപ്പിറ്റർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.